വീട്ടിലാരെങ്കിലും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും വാപ്പയും പിന്നെ ഫുള്ള് സെറ്റാണ് കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടുപേരാണ് കുക്ക് ചെയ്യുന്നതും സാധനം വാങ്ങിക്കാൻ പോകുന്നതൊക്കെ. അങ്ങനെ ഇന്ന് അങ്ങനെ ഒരു വ്ളോഗാണ്. അപ്പോൾ പോയ സമയത്ത് നമ്മുടെ പാൽക്കട്ടയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അത് കണ്ടപ്പോൾ കുറച്ചധികം വാപ്പാനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ മോള് നല്ല കരച്ചിലാണ്, അത് ഇത് മിഠായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോ മിഠായിയൊക്കെ കൊടുത്തു. ഞാൻ പിന്നെ കുറേ പാൽക്കട്ട പാർസലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് വാപ്പാൻ്റെ പോക്കറ്റിൽ നിന്ന് 1 രൂപ 2 രൂപയൊക്കെ പറ്റിച്ചുകൊണ്ട് പോയി വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇപ്പോൾ വാപ്പാനെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കും. അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ചു. പിന്നെ ഞാൻ തൊട്ടടുത്ത് തന്നെ ചിക്കൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്ന് അനിയത്തിയുടെ ഫ്രണ്ടും ഫാമിലിയൊക്കെ വരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അപ്പോൾ അവർക്കുള്ള സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്നാക്സും വാപ്പ ബാക്കി ഫുഡ് മെയിൻ കോഴ്സും വാപ്പയാണ് കേട്ടോ ഏറ്റിട്ടുള്ളത്. അവർ കല്യാണം കഴിഞ്ഞ് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരാമെന്നാണ്. അപ്പോൾ കഴിക്കാൻ വയറിൽ സ്ഥലമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ കണ്ണൂക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഒരു വിഷമമല്ലേ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല, കാരണം നേരെ കഴിച്ചിട്ട് അവർ വരിക. ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ എന്തായാലും ഇതേ വാപ്പയും ഞാനും കൂടിയാണ് കിച്ചണിൽ ഫുള്ള് ഡ്യൂട്ടി. ഉമ്മാനെ കിച്ചണിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമുണ്ടോ, രണ്ടുപേരും കൂടി ഇരുന്ന് ചെയ്യാനായിട്ട്. വാപ്പയാണെങ്കിൽ ഭയങ്കര സ്പീഡാണ് കുക്ക് ചെയ്യാനും, എന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്തും വെക്കും കേട്ടോ. നമുക്ക് പിന്നെ വേറെ പണിയേ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇതേ വാപ്പ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ മാഗി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള മാഗി വെച്ചിട്ടുള്ളൊരു ചിക്കനൊക്കെ ചേർത്തിട്ടുള്ളൊരു കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വാപ്പാൻ്റെ കറിയൊക്കെ ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്നാക്കും എല്ലാം റെഡിയാക്കി. പിന്നെ അതിന് ശേഷമുള്ളതൊന്നും കൂടുതൽ എടുത്തിട്ടില്ല, കാരണം അവർ വന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഐറ്റംസ് ബട്ടൂര, ചില്ലി ചിക്കൻ, പിന്നെ എൻ്റെ കട്ട്ലേറ്റ്, പിന്നെ ഇത് ഫിസ എന്ന് പറഞ്ഞ സാധനം കേട്ടോ, മക്രോണി വെച്ച് ചെയ്തതാണ്. പിന്നെ കായ്പോളയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.